അശ്വതി ദേവനെയും കൂട്ടി നേരെ ചെന്നത് അവിടെ നിന്നൊരൽപ്പം മാറി പാടവും നെൽവയലും പുഴയും ഒക്കെ ഒത്തുചേരുന്ന മനോഹരമായ ഒരിടത്തേക്കാണ്. അവിടെ മനോഹരമായ രീതിയിൽ ഷീറ്റ് വിരിച്ച ചെറിയൊരു ഇരിപ്പിടവും ഊഞ്ഞാലുമെല്ലാം ഉണ്ടായിരുന്നു. പുഴ നോക്കിക്കൊണ്ടിരിക്കാവുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുചെന്ന് അശ്വതി വണ്ടി നിർത്തി. പെട്ടെന്നൊരിളങ്കാറ്റ് വന്ന് തഴുകിയപ്പോൾ ദേവന്റെ മനസ്സിന് വല്ലാത്ത ആശ്വാസം തോന്നി. ദേവേട്ടൻ വരൂന്നേ, അശ്വതി അത് പറഞ്ഞു മുന്നോട്ട് നടന്നു. ദേവൻ ഒരു അനുസരണയുള്ള കുട്ടിയെ പോലെ അവളുടെ പിറകെ ചെന്നു. പുഴയ്ക്കടുത്തായി ഇട്ടിരിക്കുന്ന നീളൻ ബെഞ്ചിൽ അശ്വതി ചെന്നിരുന്നു. ദേവേട്ടൻ ഇവിടെ ഇരിക്കൂ, അശ്വതി അവനെ അവൾക്കരികിൽ ഇരുത്തിച്ചു. ശേഷം അവൾ അവളുടെ ബാഗ് തുറന്നു. രാവിലെ ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ എടുത്ത ചോറ്റുപാത്രം പുറത്തെടുത്തു. ദേവൻ അപ്പോൾ അവളെ ഒന്ന് നോക്കി. അവൾ ബാഗിൽ നിന്ന് വെള്ളക്കുപ്പി കയ്യിലെടുത്ത് കൈ ഒന്ന് കഴുകി ആ ചോറ്റുപാത്രത്തിന്റെ മൂടി തുറന്നു. ഉപ്പേരിയും ചമ്മന്തിയും ചെറിയൊരു മീൻകറിയും സാദാ ചോറുമൊക്കെയായി കാണുമ്പോൾ തന്നെ കൊതി തോന്നുന്ന വിധത്തിലുള്ള ഒരു കുഞ്ഞു ചോറ്റുപാത്രമായിരുന്നു അത്. അശ്വതി ഭക്ഷണം കഴിക്കാൻ പോവുകയാണെന്നാണ് ദേവൻ കരുതിയത്. എന്നാൽ അശ്വതി അപ്പോൾ അതിൽ നിന്നെല്ലാം കൂടെ കൂട്ടിയെടുത്ത് ഒരു കുഞ്ഞുരുളയാക്കി ദേവന് നേരെ നീട്ടി. ഒരു നിമിഷം ദേവൻ അത്ഭുതപ്പെട്ടുപോയി. അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ഇറ്റുവീണു. കഴിക്കൂന്നേ, അശ്വതി അത് പറഞ്ഞ് കുഞ്ഞു കുട്ടികൾക്ക് വാരി കൊടുക്കുന്ന പോലെ ചോറിന്റെ ഒരു ഉരുള ദേവന്റെ വായിലേക്ക് വെച്ചുകൊടുത്തു. ദേവൻ അപ്പോൾ വേഗത്തിൽ അവന്റെ കണ്ണുനീർ തുടച്ചു. ശേഷം അവളിൽ നിന്നും ആ ഒരു പിടി ചോറ് വാങ്ങി കഴിച്ചു. എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഞാനുണ്ടാക്കിയതാ, അശ്വതി പറഞ്ഞു. ജീവിതത്തിൽ ഇന്ന് വരെ കഴിച്ചിട്ടില്ലാത്തൊരു തരം രുചി അവൾ നീട്ടിയ ആ ഉരുള ചോറിനുണ്ടെന്ന് ദേവന് തോന്നി. ഒരുപക്ഷെ സ്നേഹത്തോടെ തരുന്നതിനാലായിരിക്കണം. എന്റെ ആരാണി പെൺകുട്ടി, ഇങ്ങനെയൊക്കെ എന്നെ സ്നേഹിക്കാൻ? ദേവന്റെ മനസ്സപ്പോൾ തിരഞ്ഞുകൊണ്ടേയിരുന്നു. വീട്ടിലൊരിക്കൽ ഒരു രാത്രിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാലുകൊണ്ട് അത് തട്ടിത്തെറിപ്പിച്ച അച്ഛനെയും ചെവിയിൽ വന്ന് കേട്ടാൽ അറയ്ക്കുന്ന തെറികൾ പറഞ്ഞ അമ്മയെയും അവൻ ഓർമ്മ വന്നു. അപ്പോഴേക്കും അശ്വതി അടുത്ത ഉരുള ചോറും കൂടെ അവന് കൊടുത്തിരുന്നു. വേണ്ടെന്ന് പറയാതെ അവൻ അത് വാങ്ങി കഴിച്ചു. പെട്ടെന്നാണ് അവൾക്ക് കഴിക്കാൻ ചോറില്ലല്ലോ എന്ന് അവൻ ഓർത്തത്. അശ്വതി കഴിക്കുന്നില്ലേ? അവൻ ചോദിച്ചു. ഞാൻ വീട്ടിൽ ചെന്നിട്ട് കഴിച്ചോളാം, ഇപ്പോ വിശപ്പില്ല, ദേവേട്ടൻ കഴിക്കൂ. അവൾ അത് പറഞ്ഞ് വീണ്ടും അവന് ചോറ് വാരിക്കൊടുത്തു. അത്ര രുചിയുള്ള സ്നേഹത്തോടെയുള്ള ഭക്ഷണം അതുവരെ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ദേവൻ അവിടെ ഇരുന്ന് അവൾ കൊടുത്തത് അത്രയും കഴിച്ചു തീർത്തു. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അശ്വതി കൈ കഴുകുമ്പോൾ ദേവൻ അവിടെ തല താഴ്ത്തി ഇരിപ്പായിരുന്നു. അശ്വതി അപ്പോൾ അവൻ അരികിലേക്ക് വന്നു. അശ്വതി അവളുടെ ബാഗിൽ നിന്ന് ഒരു ഡയറി മിൽക്കിന്റെ പാക്കറ്റ് എടുത്ത് അത് പൊട്ടിച്ച് കഷ്ണം അവൾ കഴിച്ചു. ബാക്കി കഷ്ണം ദേവന് നീട്ടി. ദേവൻ അവളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങുമ്പോൾ അവന്റെ മുഖത്തൊരു ചിരി ഉണ്ടായിരുന്നു. ജീവിതത്തിൽ എങ്ങോ മാഞ്ഞുപോയ, അസ്തമിച്ചുപോയ, നഷ്ടപ്പെട്ടുപോയ അവന്റെ ഉള്ളിലെ ചിരി. അന്നവർ കുറച്ചു നേരം കൂടെ അവിടെ ഇരുന്ന് സംസാരിച്ചു. അശ്വതിയോടൊപ്പമുള്ള ആ സമയവും സംസാരവും ദേവന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ തിരികെ കൊണ്ടുവരുന്ന പോലെ അവന് തോന്നി. തിരികെ വരുന്ന വഴിക്ക് പാടത്തിനരികത്തുള്ള തട്ടുകടയിൽ നിന്ന് 2 ചായയും വാങ്ങി കുടിച്ചിട്ടാണ് അവർ രണ്ടുപേരും പോന്നത്. അശ്വതിയുടെ സ്കൂട്ടറിന്റെ പിറകിലിരുന്ന് തിരികെ പോരുമ്പോൾ അന്ന് രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ ദേവനായിരുന്നില്ല അപ്പോൾ. ഇവിടെ മതി അശ്വതി, ഇനി ഞാൻ നടന്നു പോയിക്കൊള്ളാം, സ്കൂട്ടർ ഇടവഴിയിലേക്ക് കടന്നതും ദേവൻ പറഞ്ഞു. അതെന്തിനാ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. അശ്വതി അത് പറഞ്ഞ് സ്കൂട്ടർ നിർത്തിയില്ല. വീട്ടിലേക്ക് വന്നിട്ട് അവരെന്തെങ്കിലും പറയും, അശ്വതി എന്നെ ഇവിടെ ഇറക്കിക്കോളൂ, ദേവൻ അപ്പോൾ വീണ്ടും പറഞ്ഞു. എന്നാൽ അശ്വതി അത് കേട്ടില്ല. അവൾ സ്കൂട്ടർ മുന്നിലേക്ക് തന്നെ ഓടിച്ചു. സ്കൂട്ടർ ദേവന്റെ വീട്ടുമുറ്റത്തെത്തി നിർത്തുമ്പോൾ അവന്റെ വീട്ടിലുള്ളവർ കാണാനായി അശ്വതി വെറുതെ 2 തവണ ഹോൺ അടിക്കുകയും ചെയ്തു. ദേവേട്ടൻ ഇറങ്ങിക്കോ, അശ്വതി അപ്പോൾ പറഞ്ഞു. സ്കൂട്ടറിന്റെ ഹോണടി ശബ്ദം കേട്ടപ്പോൾ അകത്തുനിന്ന് അമ്മയാണ് പുറത്തേക്കെത്തിയത്. ഒരു പെൺകുട്ടിയോടൊപ്പം സ്കൂട്ടറിൽ നിന്നിറങ്ങുന്ന ദേവനെയും അവനോട് സ്നേഹത്തോടെ സംസാരിക്കുന്ന അശ്വതിയെയും കണ്ടപ്പോൾ അമ്മയൊന്ന് ഞെട്ടി. ദേവേട്ടൻ പോയിക്കോളൂട്ടോ, നാളെ രാവിലെ ഞാൻ പറഞ്ഞ പോലെ ക്ഷേത്രത്തിൽ വന്നേക്കണേ, അശ്വതി അവനോട് പറഞ്ഞു. ദേവൻ അപ്പോൾ ചിരിച്ചുകൊണ്ട് അവളോട് തലയാട്ടി. ശരിയെന്നാ. അശ്വതി അത് പറഞ്ഞുകൊണ്ട് അവൻ ഇട്ടിരിക്കുന്ന ഷർട്ടിലെ പൊടി തട്ടിക്കളയുന്ന പോലെ അവന്റെ നെഞ്ചിന്റെ ഭാഗത്തായി ഒന്ന് അവളുടെ കൈകൊണ്ട് തലോടി. ദേവൻ അപ്പോൾ അവളെ നോക്കി ചിരിച്ചു. ശരി, അവൾ അത് പറഞ്ഞ് അവിടെ നിന്ന് സ്കൂട്ടർ തിരിച്ചു പോരുമ്പോൾ അശ്വതിയുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷം തോന്നി. ഒപ്പം ദേവേട്ടനും താനും ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച ദേവേട്ടന്റെ അമ്മയെ കാണിക്കാൻ കഴിഞ്ഞതിലുള്ള തൃപ്തിയും. നിന്നെ നേരത്തെ പോലീസ് കൊണ്ടുപോയതല്ലേ, എന്നിട്ട് നീ എങ്ങനെ തിരിച്ചു പോന്നു? ഏതാടാ ആ പെണ്ണ്? ദേവൻ അകത്തേക്ക് കയറുമ്പോൾ അമ്മ അവനോട് ചോദിച്ചു. അമ്മയുടെ ചോദ്യത്തിന് വഴിയരികിലിരുന്ന് ഏതോ ഒരു പട്ടി കുരയ്ക്കുന്ന വില പോലും കൊടുക്കാതെ ദേവൻ അകത്തേക്ക് കയറി. എടാ, നിന്നോടാ ചോദിച്ചത്, നീ എങ്ങനെ സ്റ്റേഷനിൽ നിന്ന് പോന്നു? അമ്മ അവന്റെ പിറകെ ചെന്നു. അപ്പോഴേക്കും ദേവൻ അവന്റെ മുറിയിലേക്ക് കയറി. ഒച്ച എടുത്തുകൊണ്ട് സംസാരിക്കുന്ന അമ്മയുടെ വായിൽ നിന്നും വീണ്ടും ചോദ്യം വന്നപ്പോഴേക്കും ദേവൻ അവന്റെ മുറിയുടെ വാതിൽ കൊട്ടിയടച്ചു. അത് കണ്ടതും അമ്മയാകെ ഞെട്ടിപ്പോയി.
അമ്മ അപ്പോൾ അകത്തുറങ്ങിക്കിടക്കുന്ന അച്ഛനരികിലേക്കാണ് പോയത്. നിങ്ങൾ ഇവിടെ ഇങ്ങനെ കിടന്നുറങ്ങിക്കോ, ചെക്കന് നേരത്തെ പോലീസ് കൊണ്ടുപോയതല്ലേ, ദേ അവനിപ്പോൾ നല്ല മണി പോലെ തിരികെ വന്നേക്കുന്നു, കൂടെ ഒരു പെണ്ണും. അമ്മ പറഞ്ഞപ്പോൾ അച്ഛനും ഞെട്ടിപ്പോയി. നീ എന്താടി പറയുന്നത്, നീ വല്ല സ്വപ്നവും കണ്ടോ? അച്ഛൻ അമ്മയോട് ചോദിച്ചു. പിന്നെ സ്വപ്നം, ഈ ഉച്ച നേരത്തല്ലേ സ്വപ്നം? ഞാൻ പറഞ്ഞത് സത്യമാണ്, നിങ്ങൾ ചെന്ന് അവനോട് ചോദിക്കേ, അവൻ മുറിയിലുണ്ട്. ഇതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. പെണ്ണുപിടിക്ക് പോലീസ് പിടിച്ചൊരുത്തനാ, എന്നിട്ട് നാണമില്ലാതെ കേറി വന്നേക്കുന്നു ഏതോ ഒരു പെണ്ണിന്റെ കൂടെ. അമ്മ സ്ക്രൂ ചെയ്തു കൊടുത്തപ്പോൾ അച്ഛൻ ആകെ ദേഷ്യം വന്നു. അച്ഛൻ നേരെ എഴുന്നേറ്റ് ദേവന്റെ മുറിയിലേക്ക് ചെന്നു. എടാ വാതില് തുറക്ക്, നിന്നെ പോലീസ് കൊണ്ടുപോയതല്ലേ, നീ പിന്നെ എങ്ങനെ ഇവിടേക്ക് വന്നു? ചാടി പോന്നതാണോടാ നശിച്ചവനെ, തുറക്കടാ വാതില്. അച്ഛനും അമ്മയും പുറത്തുനിന്ന് ശബ്ദമുണ്ടാക്കുന്നത് അകത്തേക്ക് കേട്ടിരുന്നെങ്കിലും ദേവൻ അതൊന്നും ശ്രദ്ധിക്കാതെ കട്ടിലിൽ അങ്ങനെ കിടക്കുകയായിരുന്നു. മറുപടി പറയണമെന്ന് അവന് തോന്നിയില്ല. അവന്റെ മനസ്സിൽ നിറയെ അപ്പോൾ അശ്വതിയായിരുന്നു. മുന്നോട്ട് ജീവിക്കാൻ തോന്നിക്കുന്ന പോലെ അശ്വതിയുടെ മുഖം മാത്രം അവന്റെ മനസ്സിൽ തെളിഞ്ഞു. കുറെ വാതിലിന് തട്ടുകയും മുട്ടുകയും ഒച്ചയെടുക്കുകയും എല്ലാം ചെയ്ത് തൊണ്ട വേദനിക്കാൻ തുടങ്ങിയപ്പോൾ അച്ഛനും അമ്മയും പതിയെ അത് നിർത്തി. കാര്യമെന്താണെന്നറിയാതെ അവർ രണ്ടുപേരും വല്ലാത്ത സംശയത്തിലായിരുന്നു. പിറ്റേന്ന് രാവിലെ നേരം പുലർന്നു. ദൂരെ അമ്പലത്തിൽ നിന്നുള്ള ഭക്തിഗാനം ദേവന്റെ ചെവിയിലേക്ക് ഓടിയെത്തി. അവൻ അപ്പോൾ പതുക്കെ പുതപ്പ് മാറ്റി കട്ടിലിൽ നിന്ന് എണീറ്റു. തലേ ദിവസം റൂമിൽ കയറി കിടന്ന അവൻ പിന്നെ അപ്പോഴാണ് എഴുന്നേൽക്കുന്നത്. പതിവില്ലാത്തതാണെങ്കിലും അവൻ നേരെ ബാത്റൂമിലേക്ക് കയറി നന്നായൊന്ന് കുളിച്ചു. തല തോർത്തിക്കൊണ്ട് അലമാര തുറന്നപ്പോൾ അലമാരയിൽ നല്ല ഡ്രസ്സൊന്നും ഇരിപ്പില്ല. എങ്കിലും പണ്ടൊരിക്കൽ ഉത്സവത്തിന് വാങ്ങിച്ച ഉപയോഗിക്കാത്തൊരു സെറ്റ് മുണ്ടും ഒരു ലൈറ്റ് പച്ച ഷർട്ടും ഇരിപ്പുണ്ടായിരുന്നു. ദേവൻ അതെടുത്ത് ധരിച്ചു. വാച്ചിൽ സമയം നോക്കിയപ്പോൾ സമയം 7 മണി. സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുള്ളതല്ലെങ്കിലും അന്ന് അവൻ കയ്യിൽ ഒരു വാച്ച് കെട്ടി. റൂമിൽ നിന്ന് പുറത്തിറങ്ങി മുറ്റത്തെത്തി അവന്റെ ബൈക്ക് എടുത്തു. ദേവൻ കുളി കഴിഞ്ഞിറങ്ങിയതോ പുറത്തേക്ക് പോയതോ ഒന്നും അച്ഛനും അമ്മയും അറിഞ്ഞില്ലായിരുന്നു. ബൈക്ക് സ്റ്റാർട്ടാക്കുന്ന ശബ്ദം കേട്ട് അമ്മ ഓടി വന്ന് നോക്കുമ്പോഴേക്കും ദേവന്റെ ബൈക്ക് ദൂരെ പോകുന്നതാണ് കണ്ടത്. മുണ്ടും ഷർട്ടും ധരിച്ചു പോകുന്ന അവനെ ഒരു മിന്നായം പോലെ കണ്ടപ്പോൾ അമ്മയ്ക്ക് കാര്യമൊന്നും പിടികിട്ടുന്നില്ലായിരുന്നു. ഇവനിതെന്താ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഈ സമയത്ത് പതിവില്ലാത്തൊരു പോക്ക്? എന്തൊക്കെയോ സംഭവങ്ങളുണ്ടല്ലോ. കാര്യമെന്താണെന്നറിയാതെ അമ്മ അതിശയിച്ചു നിന്നു. ഒപ്പം അവരുടെ മനസ്സിൽ വല്ലാത്ത ദേഷ്യവും നിരാശയും തോന്നി. ദേവൻ എങ്ങനെയെങ്കിലും നശിച്ചില്ലാതായിട്ട് വേണം വീട് മോളുടെ പേരിൽ എഴുതി കൊടുക്കാൻ എന്ന ഒരു ഉദ്ദേശവും കൂടെ അവർക്കുണ്ടായിരുന്നു. ദേവന്റെ ബൈക്ക് അപ്പോഴേക്കും മുന്നോട്ടെത്തിയിരുന്നു. പുലർക്കാലത്തിന്റെ തണുപ്പേറ്റുകൊണ്ട് ബൈക്കിൽ അങ്ങനെ പോകുമ്പോൾ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റം വന്നു തുടങ്ങുന്നതായി ദേവന്റെ മനസ്സ് പറഞ്ഞു. ക്ഷേത്രത്തിനടുത്തെത്തുമ്പോഴേക്കും ഭക്തിഗാനം ഉച്ചത്തിൽ കേൾക്കുന്നുണ്ടായിരുന്നു. അതുവരെ ഇരുട്ട് മൂടിക്കിടന്ന ദേവന്റെ മനസ്സിൽ വളരെ സന്തോഷം തോന്നിക്കുന്ന ഒരു പ്രത്യേക അനുഭൂതിയായിരുന്നു അപ്പോൾ. അവൻ ബൈക്ക് ക്ഷേത്രത്തിന്റെ മതിലിനടുത്ത് കൊണ്ട് ചെന്ന് സൈഡാക്കി തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടു. ചുവപ്പ് ചുരിദാറും ഗോൾഡൻ കളർ ഷോളും ഇട്ട് അതിസുന്ദരിയായി തന്നെ നോക്കി ചിരിച്ചു നിൽക്കുന്ന അശ്വതിയെ. അവളെ കണ്ടപ്പോൾ ദേവൻ എന്തോ വലിയ സന്തോഷത്തോടെ ചിരിച്ചുപോയി. അശ്വതി അപ്പോൾ ദേവൻ അരികിലേക്ക് ഓടി വന്നു. ആഹാ, ഈ മുണ്ടും ഷർട്ടുമൊക്കെ ആയപ്പോൾ തന്നെ ആള് മാറിയല്ലോ. ഇന്നലെ കണ്ട ആളെ അല്ലാട്ടോ ദേവേട്ടൻ. ദേവേട്ടൻ വന്നേ. അശ്വതി അത് പറഞ്ഞ് അവന്റെ കയ്യിൽ ഒന്ന് പിടിച്ചു. ക്ഷേത്രത്തിന്റെ അന്തരീക്ഷവും കൂട്ടത്തിൽ അശ്വതിയെയും കൂടെ കണ്ടപ്പോൾ ദേവന്റെ മനസ്സ് നിറഞ്ഞിരുന്നു. അവൻ അവളോടൊപ്പം ക്ഷേത്രത്തിലേക്ക് കയറി. വെട്ടും മുറിവും അടയാളങ്ങളുമുള്ള അവന്റെ കാൽപാദങ്ങൾ ക്ഷേത്രത്തിന്റെ തണുത്ത പടിക്കെട്ടിൽ അമർന്നപ്പോൾ ആ കല്ലിന്റെ തണുപ്പ് അവന്റെ നെഞ്ചിലേക്കും ഇരച്ചു കയറി. അശ്വതിക്കൊപ്പം ആ സന്നിധിയിലേക്ക് പോകുമ്പോഴും ഭക്തിഗാനം ഉച്ചത്തിൽ ചെവിയിൽ പതിയുമ്പോഴും മറ്റേതോ ലോകത്തേക്ക് ചെന്ന് കയറിയ പ്രതീതിയായിരുന്നു ദേവന്. അശ്വതി അവനെയും കൂട്ടി നേരെ തിരുനടയിലേക്കാണ് ചെന്നത്. നടക്കൽ ചെന്ന് ദേവനൊപ്പം നിൽക്കുമ്പോൾ അശ്വതി ഒന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി. ദേവേട്ടാ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇന്നുവരെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ എല്ലാ ദുഃഖവും ദുരിതവും എല്ലാം ഈ നിമിഷം ഇവിടെ ഇട്ടേക്കണം. ഭഗവാനോടെല്ലാം ഏറ്റുപറഞ്ഞ് പുതിയൊരു ജീവിതത്തിലേക്ക് ദേവേട്ടൻ കടക്കാൻ പോവുകയാണ്. ഇനി ഇന്നലകളൊന്നുമില്ല, എല്ലാം ഇതോടെ തീരുകയാണ് കേട്ടോ. മനസ്സ് തുറന്നു പ്രാർത്ഥിക്കണം. ഇനി ഒരു വിഷമവും ദേവേട്ടൻ ഉണ്ടാകാൻ പാടില്ല. ഞാനുണ്ട് കൂടെ. അശ്വതി അത് പറഞ്ഞപ്പോൾ ദേവൻ അവളെ തന്നെ ഒന്ന് നോക്കി. പിന്നെ അവളോടൊന്ന് തലയാട്ടിക്കൊണ്ട് തിരുനടയിലേക്കും. ശേഷം അവൻ അവന്റെ കണ്ണുകൾ മെല്ലെ അടച്ചു. അശ്വതി പറഞ്ഞ പോലെ തന്നെ ഒരു നിമിഷം അവൻ അവന്റെ ജീവിതത്തിലെ കഴിഞ്ഞുപോയ അധ്യായങ്ങളെല്ലാം ഓർത്തെടുത്തു. ആ നടയിൽ വെച്ച് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പോലും അവൻ അറിയില്ലായിരുന്നു. പകരം അവന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഇറ്റു വീണു തുടങ്ങി. അല്പനേരം മൗനമായി നിന്നപ്പോൾ മനസ്സിലേക്കെന്തോ വലിയ സമാധാനം വന്ന് നിറയുന്ന പോലെ ദേവന് തോന്നി. എന്തോ ഒരനക്കവുമില്ലാതെ ദേവൻ ഏറെ നേരം ആ നിൽപ്പ് നിന്നു. ഉള്ളിലെ വിഷമങ്ങളെല്ലാം മനസ്സ് തുറന്നു തന്നെ പ്രാർത്ഥിക്കട്ടെ എന്ന് കരുതി അശ്വതി അവനെ വിളിച്ചതേയില്ല.
അല്പനേരം അങ്ങനെ നിന്ന ശേഷം ദേവൻ പതുക്കെ അവന്റെ മനസ്സിൽ പറഞ്ഞു, ജീവിതത്തിൽ ഇന്ന് വരെ ഒരു നന്മയും എനിക്കുണ്ടായിട്ടില്ല ദൈവമേ. തെറ്റുകളിലൂടെ മാത്രമാണ് ഞാൻ പോയിട്ടുള്ളത്. വിവരമില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാണ്. അതിൽ നിന്നൊക്കെ എന്നെ രക്ഷിച്ചേക്കണം. പിന്നെ അവന്റെ മനസ്സിൽ അപ്പോൾ അശ്വതിയുടെ മുഖം തെളിഞ്ഞു. ഈ കുട്ടി ഒരു നിമിത്തം പോലെ എന്റെ ജീവിതത്തിലേക്ക് കയറി വന്നതാണ്. ആരുമില്ലാത്ത എനിക്കിപ്പോ ആരൊക്കെയോ ഉള്ളതുപോലെ തോന്നുന്നു. ഇവളെ എന്നിൽ നിന്നും പറിച്ചെടുക്കരുതേ ഭഗവാനെ. ദേവൻ അത് പ്രാർത്ഥിച്ചുകൊണ്ട് മെല്ലെ അവന്റെ കണ്ണുകൾ തുറന്നു. കണ്ണുനീരിനാൽ കുതിർന്ന അവന്റെ മിഴികൾ പതുക്കെ തുറക്കുമ്പോൾ ചിരിച്ച മുഖത്തോടെ അവനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അശ്വതി. അവൾ അപ്പോൾ അവളുടെ കയ്യിലുള്ള ഇലയിൽ നിന്ന് ഒരൽപ്പം ചന്ദനം അവളുടെ വിരലുകളിൽ എടുത്ത് ദേവന്റെ നെറ്റിയിൽ ചാർത്തി. പെട്ടെന്നൊരു നിമിഷം സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു ദേവന്. അവൾ ആ ചന്ദനം അവന്റെ നെറ്റിയിൽ ചാർത്തുമ്പോൾ ദേവൻ നിറഞ്ഞ കണ്ണുകളോടെ അവളെ തന്നെ നോക്കി. ദാ ദേവന്റെ പുഷ്പാഞ്ജലിയുടെ പ്രസാദം. പൂജാരി അപ്പോൾ നടക്കൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് അത് കേട്ടതും ദേവൻ ഒന്ന് അശ്വതിയെ നോക്കി. ദേവേട്ടന്റെ പേരിൽ നടത്തിയ പുഷ്പാഞ്ജലിയാ, കൈനീട്ടി വാങ്ങിച്ചോളൂ. അശ്വതി അപ്പോൾ അവനോട് പറഞ്ഞു. അവൾ തന്റെ പേരിൽ വഴിപാട് ഷീട്ടാക്കിയതൊന്നും ദേവൻ അറിയില്ലായിരുന്നു. അശ്വതി, ഇതൊക്കെ? ദേവൻ അവളോട് എന്തോ ചോദിക്കാൻ വന്നു. ദേവേട്ടൻ വാങ്ങിക്കൂന്നേ, അശ്വതി അപ്പോൾ അവനോട് പറഞ്ഞു. ദേവൻ അപ്പോൾ സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞുകൊണ്ട് കൈനീട്ടി ആ പ്രസാദം അവന്റെ കയ്യിൽ വാങ്ങി. ദോഷങ്ങളൊന്നും കാണുന്നില്ല, മുന്നിൽ അങ്ങോട്ട് നല്ല വെളിച്ചമുണ്ട്, എല്ലാം നല്ലതിനാകും, പൂജാരി അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ദേവൻ അപ്പോൾ വേഗത്തിൽ അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു 500 രൂപയുടെ നോട്ടെടുത്ത് പൂജാരിയുടെ താലത്തിൽ ഇട്ടു. അത് കണ്ടപ്പോൾ അശ്വതിയുടെ മനസ്സും നിറഞ്ഞു. അപ്പൊ ഇതൊക്കെ അറിയാലേ, ദക്ഷിണ കൊടുക്കാനൊക്കെ? അശ്വതി അപ്പോൾ അവനോട് ചോദിച്ചു. അറിയാം, സിനിമയിൽ കണ്ടിട്ടുണ്ട്, ദേവൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ അശ്വതി ഒന്ന് ചിരിച്ചുപോയി. ഒപ്പം ദേവനും. സന്തോഷത്തോടെ അവരാ ക്ഷേത്രം പ്രദക്ഷിണം വെച്ചു. അവളോടൊപ്പം ക്ഷേത്രത്തിന്റെ കൽപ്പടവുകൾ ഓരോന്ന് കയറുമ്പോഴും ആ ക്ഷേത്രത്തിന്റെ ചുറ്റുവട്ടത്തുകൂടെ നടക്കുമ്പോഴുമെല്ലാം ദേവൻ പാടെ മാറുകയായിരുന്നു. തന്റെ പഴയ കാലത്തിലേക്ക് ഇനി തിരിഞ്ഞു നോക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ദേവന്റെ മനസ്സ് മറ്റെന്തിലേക്കോ ചെന്നെത്തിയിരുന്നു. ക്ഷേത്രത്തിൽ നിന്നിറങ്ങുമ്പോൾ ദേവന്റെ മുഖം വല്ലാതെ തെളിഞ്ഞതായി അശ്വതിക്ക് തോന്നി. ദേവൻ അപ്പോൾ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ പ്രണയത്തോടെ നോക്കി. എന്താ ഇങ്ങനെ നോക്കുന്നത്? അശ്വതി അവനോട് ചോദിച്ചു. ഒന്നുമില്ല അശ്വതി, ജീവിതം മറ്റെന്തിലേക്കോ ചെന്നെത്തിപ്പെടുന്ന പോലെ തോന്നുന്നു. ചെറിയൊരു മാറ്റം, ദേവൻ പറഞ്ഞു. ചെറിയൊരു മാറ്റമൊന്നുമല്ല, വലിയ മാറ്റം തന്നെയാണ്. ഇന്നലെ ജീപ്പിൽ നിന്നിറങ്ങുമ്പോൾ ഉള്ള ആളെയല്ല ദേവേട്ടൻ ഇപ്പോൾ. എത്ര മാറിയെന്നറിയാമോ? ഇനി എന്നും ഇങ്ങനെ തന്നെ വേണം. ദേവേട്ടൻ ഇനിയൊരു സർപ്രൈസ് കൂടെയുണ്ട്, കൈ ഒന്ന് നീട്ടിക്കേ, അശ്വതി അവനോട് പറഞ്ഞു. ദേവൻ അപ്പോൾ കാര്യം എന്താണെന്നറിയാതെ അവളെ നോക്കി. ദേവേട്ടൻ ഒന്ന് കണ്ണടച്ചിട്ട് കൈ മാത്രം ഒന്ന് നീട്ടിക്കേ, വേഗം, അശ്വതി അവനെ നിർബന്ധിച്ചു. അവൾ പറഞ്ഞപ്പോൾ ദേവൻ പതുക്കെ അവന്റെ കണ്ണുകൾ അടച്ചു. അശ്വതി വേഗം അവളുടെ തോളിലുണ്ടായിരുന്ന കുഞ്ഞു ബാഗിൽ നിന്ന് ഒരു ചെറിയ എൻവലപ്പ് കവർ കയ്യിലെടുത്തു. കൈ നീട്ടി നിൽക്കുന്ന ദേവന്റെ കയ്യിലേക്ക് അത് വെച്ചുകൊടുത്തു. അവളുടെ തണുത്ത കൈവിരലുകൾ അപ്പോൾ അവനെ ഒന്ന് സ്പർശിച്ചു. ഇനി കണ്ണു തുറന്നേ, അശ്വതി ദേവനോട് പറഞ്ഞു. ദേവൻ അതിശയത്തോടെ കണ്ണു തുറന്നപ്പോൾ അവന്റെ കയ്യിൽ ഒരു ലെറ്റർ കണ്ടു. ഇതെന്താ ഇത്? ദേവൻ അതിശയത്തോടെ അവളെ നോക്കി. തുറന്ന് വായിച്ചു നോക്കിക്കേ, ദേവേട്ടൻ ഒരു നല്ല ജോലി ശരിയായി, അപ്പോയിന്റ്മെന്റ് ഓർഡറാ, അശ്വതി പറഞ്ഞപ്പോൾ ദേവന്റെ കണ്ണുകളിൽ ആശ്ചര്യമായിരുന്നു. ജോലിയോ? എനിക്കോ? എനിക്ക് പറ്റിയ എന്ത് ജോലിയാ? അവൻ വേഗത്തിൽ ആ കവർ തുറന്നു വായിച്ചു. ഇത് അശ്വതി ഇൻവേർട്ടറിന്റെ കമ്പനിയിലാണല്ലോ, എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലല്ലോ, ദേവൻ അശ്വതിയോട് പറഞ്ഞു. ഒന്നും അറിയണമെന്നില്ലെന്നേ, ദേവേട്ടൻ ഇന്നലെ എന്നോട് പറഞ്ഞില്ലേ, ചെറുപ്പം മുതലേ കളിപ്പാട്ടങ്ങളോടും ടിവിയോടും റേഡിയോയോടും ഒക്കെ ആയിരുന്നു ഇഷ്ടമെന്ന്. അപ്പൊ പിന്നെ എന്തായാലും ഇലക്ട്രോണിക് സാധനങ്ങളോട് എല്ലാത്തിനോടുമായി ആ ഇഷ്ടം കാണുമല്ലോ. ഇതെന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടിന്റെ കെയർ ഓഫിൽ കിട്ടിയ ജോലിയാ. ഇൻവെർട്ടറിന്റെയും UPSന്റെയും ഫിറ്റിംഗ്സും സർവീസും എല്ലാം ചെയ്യുന്ന ഒരു ഓഫീസ്. ദേവേട്ടൻ ഒന്നും അറിയണമെന്നില്ല, അവിടെ ചെന്നാൽ ഒരാളുണ്ട്, ഒരു മാധവേട്ടൻ. ആള് കുറെ കാലമായി സർവീസിലുള്ളതാണ്, ഇപ്പോൾ റിട്ടയർഡ് ആവാൻ നിൽക്കുകയാണ്. മൂപ്പരെ അസിസ്റ്റ് ചെയ്ത് കൂടെ കൂടിയാൽ മതി. ആള് പറഞ്ഞു തരും ബാക്കി കാര്യങ്ങളൊക്കെ. അങ്ങനെ പഠിച്ചെടുത്താൽ മതി. പിന്നെ മാധവേട്ടൻ അവിടെ നിന്ന് പിരിഞ്ഞു പോയാൽ ദേവേട്ടൻ അവിടെ സ്ഥിരമാക്കാം. പിന്നെ അവിടെ ഓഫീസ് കാര്യങ്ങളും മറ്റും നോക്കാനൊന്നും ഇപ്പോൾ ആരുമില്ല. വരുന്ന മെഷീനിന്റെ കാര്യങ്ങളും ഓർഡറുമെല്ലാം കൈകാര്യം ചെയ്യണം. അതുകൊണ്ട് തന്നെ തരക്കേടില്ലാത്ത നല്ലൊരു സാലറി അവർ തരും. ഡൽഹി കമ്പനിയാണ്, ഇവിടെ അതിന്റെ ബ്രാഞ്ച് ഓഫീസ് ആണെന്ന് മാത്രം. ഒന്നും പേടിക്കണ്ട, പതിയെ പഠിച്ചാ മതി. നാളെ തന്നെ പോയി ജോയിൻ ചെയ്യണം. പിന്നെ തൽക്കാലം വീട്ടിലെ താമസം നമുക്കൊന്ന് മാറ്റാം. എന്റെ ഫ്രണ്ടിന്റെ കെയർ ഓഫിൽ തന്നെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു വീടുണ്ട്. ചെറിയ വീടാ, ദേവേട്ടന് കൊക്കിൽ ഒതുങ്ങാവുന്നതേ ഉള്ളൂ. തൽക്കാലം ദേവേട്ടൻ ഒന്ന് വീട്ടിൽ നിന്നും മാറി താമസിച്ചു നോക്കിയേ.
ദേവേട്ടനെ വിലയില്ലാതെ കാണുന്നവരും വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നവരുമെല്ലാം ദേവേട്ടന്റെ മാറ്റം കണ്ടു പിറകെ വരും. അതുകൊണ്ട് ആ ഭാഗം ഇനി മൈൻഡ് ചെയ്യണ്ട. അവരൊക്കെ ദേവേട്ടന്റെ കാല് പിടിക്കാൻ വരുന്ന ഒരു സമയമുണ്ടാകും. നമുക്ക് കാത്തിരിക്കാം. അപ്പോ ഈ ഗുണ്ടായിസവും തല്ലുകൊള്ളിത്തരവും ഒന്നും നമുക്കിനി വേണ്ട. ആർക്കെങ്കിലും ഒക്കെ വേണ്ടി തല്ലാനും കൊല്ലാനും ഒക്കെ നടന്നിട്ട് ഈ ചീത്തപ്പേരും നല്ലതല്ലാത്ത ജീവിതവും മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ മുതൽ നമ്മൾ ആ ഭാഗമേ വിട്ട് കളയുന്നു. പേടിക്കണ്ട, എല്ലാം ശരിയാകും. അശ്വതി അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എന്തോ അവൾ പറയുമ്പോൾ എതിർത്തൊന്നും പറയാൻ ദേവന് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. കാരണം ആ രീതിയിലായിരുന്നു അശ്വതിക്ക് അവനോടുള്ള സമീപനം. അവൾ എന്തു പറഞ്ഞാലും അനുസരിക്കാൻ തോന്നിപ്പോകുന്ന പോലെ. ദേവൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചു. ദേവൻ പതുക്കെ അവളുടെ തോളിൽ ഒന്ന് കൈയിട്ടു. വാ, ചായ വാങ്ങിത്തരാം, ദേവൻ പറഞ്ഞു. ദേവൻ തന്റെ തോളിൽ പിടിച്ചു പറഞ്ഞപ്പോൾ അശ്വതിക്ക് സന്തോഷം തോന്നി. വേണം വേണം, വിശന്നിട്ട് വയ്യ, എനിക്ക് നെയ്റോസ്റ്റും ചായയും വേണം. പൈസ ദേവേട്ടൻ കൊടുക്കണം, അശ്വതി പറഞ്ഞു. കൊടുക്കാതെ പിന്നെ, നീ വന്നേ. ദേവൻ അവളെയും കൂട്ടി ക്ഷേത്രത്തിനടുത്തുള്ള വലിയ മെസ്സിലേക്ക് ചെന്നു. അവിടേക്ക് കയറുമ്പോൾ അടുക്കളയിൽ പാത്രങ്ങൾ കൂട്ടിയിടുന്നതിന്റെയും ഓർഡർ എടുക്കുന്നതിന്റെയും എല്ലാം വലിയ ശബ്ദമുണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ വരുന്ന ആളുകളൊക്കെ കയറുന്ന ഹോട്ടൽ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. ഒരൊഴിഞ്ഞ മേശ നോക്കി ദേവനും അശ്വതിയും അവിടെയിരുന്നു. അശ്വതി പറഞ്ഞ പോലെ അവൾക്ക് ചായയും വാങ്ങിക്കൊടുത്ത് അവരത് കുടിക്കുമ്പോൾ ദേവനും അവളും അറിയാതെ പലപ്പോഴും കണ്ണിലേക്ക് നോക്കി പോകുന്നുണ്ടായിരുന്നു. അശ്വതിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് പറഞ്ഞില്ല, ദേവൻ അവളോട് ചോദിച്ചു. അതിനെന്നോട് ചോദിച്ചില്ലല്ലോ, അശ്വതി ചിരിച്ചു. വീട്ടിൽ ആരുമില്ല, അച്ഛൻ മാത്രമേ ഉള്ളൂ. വീട് ഇവിടുന്ന് കുറച്ചകലെയാ. എനിക്കിവിടെ ജോലി കിട്ടിയപ്പോൾ ജോലിക്ക് പോയി വരാൻ സൗകര്യം നോക്കി ഞാനും അച്ഛനും ഇങ്ങോട്ട് പോന്നു എന്നേ ഉള്ളൂ. സ്വന്തം വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുവാണ്. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വെച്ച് ഞങ്ങള് കുറച്ച് സാധാരണക്കാരായതുകൊണ്ട് തന്നെ ബന്ധുക്കൾക്കൊന്നും ഞങ്ങളെ വലിയ താല്പര്യമില്ലായിരുന്നു. അന്ന് മുതലുള്ള വാശിയായിരുന്നു പഠിച്ചൊരു ജോലി നേടണമെന്നുള്ളത്. അങ്ങനെ പഠിച്ച് ജോലി വാങ്ങി അച്ഛനെയും കൂട്ടി ഇങ്ങോട്ട് മാറി. ഇപ്പോൾ നല്ല സമാധാനം. ബന്ധുക്കാരുടെ ഉള്ളിൽ കിടന്ന് ശ്വാസം മുട്ടി ജീവിക്കണ്ടല്ലോ. ഏകദേശം ദേവേട്ടന്റെ അവസ്ഥ തന്നെ. ദേവേട്ടന് വീട്ടിലാണെങ്കിൽ ഞങ്ങൾക്ക് വീട്ടിന് പുറത്ത്. കുത്തി നോവിക്കാനും ദ്രോഹിക്കാനും മാത്രമേ എല്ലാവരും ഉണ്ടായിട്ടുള്ളൂ. അവിടെ നിന്ന് ഇവിടെ വരെ എത്തിയത് മനസ്സിന്റെ ബലം കൊണ്ടാ. അമ്മ പോയിട്ടിപ്പോ 6 വർഷം കഴിഞ്ഞു. ഇപ്പോ ഒരു പാവം അച്ഛൻ മാത്രം വീട്ടിൽ. എന്റെ ഇഷ്ടത്തിനൊന്നും എതിര് നിൽക്കാത്ത ഒരു പഞ്ചപാവം. അശ്വതി ചിരിച്ചു. അവളുടെ സംസാരം കേൾക്കുമ്പോൾ എന്തോ അങ്ങനെ കേട്ടിരിക്കാൻ തന്നെ തോന്നുന്നുണ്ടായിരുന്നു ദേവന്. ചായ കൂടിയെല്ലാം കഴിഞ്ഞ് അവർ ഹോട്ടലിൽ നിന്നിറങ്ങിയ ശേഷം ദേവൻ അവന്റെ ബൈക്ക് എടുക്കാനായി ചെന്നു. ഞാൻ വണ്ടി എടുത്തിട്ടില്ല, ഓട്ടോയ്ക്കാണ് വന്നത്, ഞാൻ കൂടി പോന്നോട്ടെ, അശ്വതി ദേവനോട് ചോദിച്ചു. ഓ, കയറിക്കോ, ദേവൻ സന്തോഷത്തോടെ അവളെ നോക്കി. ശരിക്കു പറഞ്ഞാൽ അവളെയും കൊണ്ട് ബൈക്കിൽ ഒന്ന് കറങ്ങണമെന്ന് അവനും ആഗ്രഹിച്ചിരുന്നു. എനിക്കൊരു വഴിക്ക് പോകാനുണ്ട്, അവിടെ ഒന്ന് നിർത്തി തരാമോ, അശ്വതി പറഞ്ഞപ്പോൾ ദേവൻ തലയാട്ടി. ആ രാവിലെ സമയത്ത് പ്രകൃതിയുടെ തണുപ്പേറ്റുകൊണ്ട് ദേവന്റെ ബൈക്കിന്റെ പുറകിൽ അവൾ അങ്ങനെ ദേവനോട് ചേർന്നിരുന്നു. ഇടയ്ക്ക് ബ്രേക്കിട്ടപ്പോൾ അവളുടെ മാറിടങ്ങൾ പതിയെ അവന്റെ നെഞ്ചിൽ ഉരസി. അവളും അവനും അത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. എന്തോ വല്ലാത്തൊരടുപ്പം അവർ രണ്ടുപേരും തമ്മിലുള്ളതായി രണ്ടുപേർക്കും അനുഭവിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. അശ്വതി പറഞ്ഞ പ്രകാരം ഒരു വീടിന്റെ മുൻപിൽ ചെന്ന് ദേവന്റെ ബൈക്ക് നിന്നു. ദേവേട്ടൻ ഇറങ്ങാമോ, അശ്വതി അവനോട് ചോദിച്ചു. ഇതെവിടെയാ, ദേവൻ ആ വീട്ടിലേക്ക് നോക്കി. അതൊക്കെ പറയാം, ദേവേട്ടൻ ഞാൻ വിളിച്ചാൽ വരില്ലേ, അവൾ ചോദിച്ചു. വരുമോ, ദേവൻ ചിരിച്ചു. അവൻ അശ്വതിക്കൊപ്പം ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. വരൂ വരൂ, കയറിയിരിക്കൂ, ഞാൻ കടയിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. പിന്നെ നിങ്ങൾ വന്നു കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതി. നിങ്ങൾ വെറുതെ അത്ര ദൂരം വരണ്ടല്ലോ, ചെറുപ്പക്കാരൻ അശ്വതിയെയും ദേവനെയും കണ്ടപ്പോൾ പറഞ്ഞു. എന്താ കാര്യം അശ്വതി, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ദേവൻ അവളെ നോക്കി. ഇതെന്റെ ഫ്രണ്ടിന്റെ കസിനാ ദേവേട്ട. ആൾക്ക് ടൗണിൽ ജെന്റ്സ് ബ്യൂട്ടി പാർലർ ഉണ്ട്. വീട്ടിലും ചിലതൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ ദേവേട്ടൻ വളർത്തിയ ഈ താടിയും മീശയും ഒക്കെ ഒന്ന് വെട്ടി ഒതുക്കി മുടിയൊക്കെ ഒന്ന് സെറ്റാക്കിയാൽ എന്ത് ഗ്ലാമർ ആകുമെന്നോ, നമുക്കൊന്ന് നോക്കാം, അശ്വതി ദേവനോട് പറഞ്ഞു. എനിക്ക്, ദേവൻ അവന്റെ താടിയിൽ ഒന്ന് തലോടി. എന്തായാലും അമ്പലത്തിലൊക്കെ പോയി ഉഷാറായില്ലേ, ഇനി ആകെ കൂടെ ഒരു കുറവുള്ളത് ഈ വളർന്നു കിടക്കുന്ന താടിയും മീശയുമാണ്. നമുക്കതങ്ങ് സെറ്റാക്കാം, ദേവേട്ടൻ വന്നേ, അശ്വതി അവന്റെ കൈപിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. അല്പനേരം കഴിഞ്ഞ് ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ദേവൻ ആളാകെ മാറിയിരുന്നു. നല്ല വൃത്തിയിൽ വെട്ടിയൊതുക്കിയ താടിയും മുടിയും മീശയും എല്ലാം കൂടായപ്പോൾ ദേവന്റെ മുഖത്ത് വല്ലാത്ത ഐശ്വര്യം വന്ന് നിറഞ്ഞ പോലെ അശ്വതിക്ക് തോന്നി. അശ്വതിക്ക് മാത്രമല്ല, ദേവനും. ഇപ്പോൾ എന്ത് ഗ്ലാമർ ഉണ്ടെന്നറിയാമോ, അശ്വതി അവളുടെ ഫോണിൽ ദേവന്റെ ഫോട്ടോ എടുത്തു. ദേവൻ അവളെ നോക്കി ചിരിച്ചു.
അവർ രണ്ടുപേരും ബൈക്കിനടുത്തേക്ക് ചെന്നു. ബൈക്കിൽ കയറാൻ നേരം തന്റെ പുറകിൽ നിൽക്കുന്ന അശ്വതിയെ ദേവൻ ഒന്ന് തിരിഞ്ഞു നോക്കി. അശ്വതി, നീ എന്റെ ആരാ? എനിക്കറിയുന്നില്ല. ഇന്നലെ വരെ ആരുമല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ മുതൽ എങ്ങനെയാ നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്? ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഒരു ജന്മമായ എന്നെ ഇങ്ങനെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ എങ്ങനെയാ നിനക്ക് കഴിയുന്നത്? എന്തിനാ നീ അതിന് കഷ്ടപ്പെടുന്നത്? ദേവൻ അവളോട് ചോദിച്ചു. അശ്വതി അപ്പോൾ അവനെ ഒന്ന് നോക്കി ചിരിച്ചു. എനിക്ക് ഇയാളെ വേണ്ടതുകൊണ്ട്. സുഖമില്ലാത്തൊരച്ഛൻ മാത്രമേ എനിക്കുള്ളൂ. അച്ഛന്റെ കാലം കഴിഞ്ഞാൽ എനിക്ക് ആരുമില്ല. തന്റെ ഇടമുള്ള ഒരാളിന്റെ കൂട്ട് ഇവിടുന്ന് അങ്ങോട്ട് വേണമെന്നുണ്ട്. ഇന്നലെ ദേവേട്ടൻ അവരുടെ ഇടയിൽ നിന്ന് എന്നെ രക്ഷിച്ചപ്പോൾ ആ സ്ഥാനത്ത് എന്നും ഏട്ടൻ വേണമെന്ന് തോന്നുന്നു. അവൾ അത് പറയുമ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു, ഒപ്പം ദേവന്റെയും. അവൻ അപ്പോൾ ഒന്നും പറയാതെ അവളുടെ അരയിലൂടെ കൈയിട്ട് അവളെ അവനോട് ചേർത്ത് പിടിച്ചു. നിറഞ്ഞു വന്ന കണ്ണുനീരിനെ അടക്കി പിടിച്ചുകൊണ്ട് അശ്വതി അവന്റെ നെഞ്ചോരം ചേർന്നു നിന്നു. ശേഷം ദേവനൊപ്പം അശ്വതി നേരെ ചെന്നത് ദേവന്റെ വീട്ടിലേക്കാണ്. അവർ രണ്ടുപേരും മുറ്റത്ത് ചെന്ന് ബൈക്കിൽ നിന്നിറങ്ങുമ്പോൾ ദേവന്റെ അച്ഛനും അമ്മയും ഉമ്മറത്ത് സംസാരിച്ച് നിൽപ്പുണ്ടായിരുന്നു. അശ്വതി വന്നേ. ദേവൻ അവളെ കൈപിടിച്ചകത്തേക്ക് കയറ്റുമ്പോൾ അച്ഛനും അമ്മയും അവന്റെ വേഷത്തിലും രൂപത്തിലുമുള്ള മാറ്റം കണ്ട് അത്ഭുതപ്പെട്ടു നിൽക്കുകയായിരുന്നു. ഒപ്പം അവന്റെ കൂടെ നിൽക്കുന്ന പെൺകുട്ടി ആരാണെന്നറിയാത്തതിന്റെ ആവലാതിയും. എടാ, ഏതാടാ ഇവള്? ഇവളെ ഒന്നും അകത്ത് കയറ്റാൻ പറ്റില്ല. അച്ഛൻ അവനോട് ഒച്ചയെടുത്തു. ദേവൻ അപ്പോൾ ഒന്നും പറയാതെ അശ്വതിയുടെ കൈപിടിച്ചകത്തേക്ക് കയറി. നിന്നോട് നിൽക്കാനാ പറഞ്ഞത്. നിന്റെ തോന്നിവാസം ഇവിടെ നടക്കില്ല. അച്ഛൻ അവനരികിലേക്ക് ചെന്ന് പറഞ്ഞു. ദേവൻ അപ്പോൾ ഒരു നിമിഷം അച്ഛനെയും അമ്മയെയും തറപ്പിച്ചു നോക്കി. ശേഷം അവൻ അവന്റെ ചൂണ്ടുവിരൽ അവന്റെ ചുണ്ടിന് നേരെ വെച്ച് അവരോട് മിണ്ടരുതെന്ന് പറഞ്ഞു. ഞാൻ ഇവളെയും കൊണ്ട് ഇവിടെ കയറി താമസിക്കാൻ വന്നതല്ല. എന്റെ കുറച്ച് ഡ്രസ്സും സർട്ടിഫിക്കറ്റും ഒക്കെ എടുക്കാനുണ്ട്. ഞാൻ ഇന്നത്തോടെ ഇവിടെ നിന്നും പോവുകയാണ്. ഞാൻ ചത്തുപോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ? നിങ്ങൾക്കൊപ്പം ഇനിയും കടിച്ചു തൂങ്ങി ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് നല്ല ജോലി ശരിയായി. പിന്നെ അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ നോക്കാൻ ആരുമില്ലാതെ ഇനി പുഴുവരിച്ച് ചാവില്ല. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാണിത്. ആരുടെയെങ്കിലും വെട്ടും കുത്തും കൊണ്ട് ഞാൻ എവിടെയെങ്കിലും കിടന്നങ്ങ് ചാവുമെന്ന നിങ്ങളുടെ ആഗ്രഹം അങ്ങ് മാറ്റിവെച്ചേക്ക്. ഞാൻ എന്റെ സാധനങ്ങൾ എടുത്തിട്ട് ഇപ്പൊ തന്നെ പോകും. ദേവൻ അത് പറഞ്ഞ് അശ്വതിയെയും കൂട്ടി അവന്റെ റൂമിലേക്ക് ചെന്നു. അച്ഛനും അമ്മയും അപ്പോൾ പുറത്ത് അന്തം വിട്ട് നിൽക്കുകയായിരുന്നു. ഇവനെന്താ ഇങ്ങനെ ഒരു മാറ്റം? ഇന്നലെ പോലീസുകാര് പിടിച്ചുകൊണ്ട് പോയതല്ലേ? ഇന്ന് അവന്റെ രൂപം തന്നെ കണ്ടില്ലേ? ആളാകെ മാറിയിരിക്കുന്നു. ഇതെന്താ നമ്മൾ സ്വപ്നം കാണുകയാണോ? അമ്മ അച്ഛനോട് ചോദിച്ചു. അച്ഛന് മറുപടി ഉണ്ടായിരുന്നില്ല. അകത്ത് റൂമിൽ ചെന്ന് സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ ദേവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അശ്വതി. എല്ലാം എടുത്തോ? അശ്വതി അവനോട് ചോദിച്ചു. ഇത് മതി, ആവശ്യത്തിനുള്ളതുണ്ട്. പോകാം, ദേവൻ അവളോട് പറഞ്ഞു. അശ്വതി അപ്പോൾ ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ അവനെ ഒന്ന് കെട്ടിപ്പിടിച്ചു. അവനും അവന്റെ 2 കൈകൊണ്ടും അവളെ ചേർത്തു പിടിച്ചു. രണ്ടുപേരും വളരെ അടുത്തു നിന്നുകൊണ്ട് രണ്ടുപേരുടെ കവിളിലും മാറി മാറി ഉമ്മ വെച്ചു. ശേഷം സ്നേഹത്തോടെ അവളുടെ കൈപിടിച്ച് ആ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അച്ഛനും അമ്മയും ഉമ്മറ തന്തം വിട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ദേവൻ അവരോട് മറുപടി ഒന്നും പറയാതെ അശ്വതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ നിന്നിറങ്ങി. ഹലോ, ദേവേട്ടൻ നാളെ തന്നെ ജോയിൻ ചെയ്യും. ഇല്ല, കുഴപ്പമില്ല, ശമ്പളമൊക്കെ ഉണ്ട്. ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. ഏകദേശം 1 ലക്ഷത്തിനടുത്ത് ശമ്പളമുണ്ടല്ലോ. പിന്നെ എന്റെ ശമ്പളവും ഉണ്ടല്ലോ 1 ലക്ഷത്തിന്റെ പുറത്ത്. ഇന്നത്തെ കാലത്ത് ഞങ്ങൾ രണ്ടുപേർക്കും ജീവിക്കാൻ അത് ധാരാളമല്ലേ? അശ്വതി അപ്പോൾ ഫോണിൽ ആരോടോ പറയുന്നുണ്ടായിരുന്നു. അതുകൂടി കേട്ടപ്പോൾ അച്ഛന്റെയും അമ്മയുടെയും കണ്ണ് പുറത്തേക്ക് തള്ളിയില്ലെന്നേ ഉള്ളൂ. അവരതൊക്കെ കേട്ട് ബോധം മറയുന്ന അവസ്ഥയിലായിരുന്നു. അവരെ കേൾപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അശ്വതി അത് പറഞ്ഞതും. അശ്വതിയെ ചേർത്ത് പിടിച്ച് അവിടെ നിന്നിറങ്ങുമ്പോൾ ദേവൻ ആരോടും യാത്ര പറയാനുണ്ടായിരുന്നില്ല. ജനിച്ച നാൾ മുതൽ കണ്ണുനീർ മാത്രം തന്ന അച്ഛനും അമ്മയും തന്റെ സങ്കടം മാത്രം തങ്ങി നിൽക്കുന്ന വാതിലുകളും ചുമരുകളും തിരിഞ്ഞുപോലും നോക്കാതെ അവൻ അവിടെ നിന്നിറങ്ങി. ബൈക്കിൽ കയറി ബൈക്ക് സ്റ്റാർട്ടാക്കി. അശ്വതി പതുക്കെ അവന്റെ പിറകിൽ കയറിയിരുന്നു. എന്നിട്ട് അവന്റെ ബാഗ് കയ്യിൽ വാങ്ങി അവളുടെ മടിയിൽ വെച്ചു. അച്ഛനും അമ്മയും നോക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ അശ്വതി ഒന്നുകൂടെ അവനോട് ചേർന്നിരുന്നു. പതുക്കെ അവനെ ഒന്ന് കെട്ടിപ്പിടിച്ചു. ദേവന്റെ മുഖത്തപ്പോൾ വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞു. ചുണ്ടിൽ മനോഹരമായ ഒരു ചിരിയും. അവന്റെ ബൈക്ക് ആ മുറ്റത്തു നിന്നും പുറത്തേക്കിറങ്ങി മുന്നിലെ റോഡിലൂടെ മുന്നോട്ട് നീങ്ങി. അച്ഛനും അമ്മയും പരസ്പരം നോക്കി അന്താളിച്ചു നിൽക്കുകയല്ലാതെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല അവർക്ക്. ദേവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ബൈക്കിലിരിക്കുന്ന അശ്വതി ഒന്നുകൂടെ അവന്റെ അരയിൽ പിടുത്തം മുറുക്കി. ദേവൻ അപ്പോൾ അവന്റെ അരയിലുള്ള അവളുടെ കയ്യിലൊന്ന് മെല്ലെ പിടിച്ചു. നന്ദി അശ്വതി, ഒരിക്കലെങ്കിലും അവരുടെ മുന്നിൽ എനിക്ക് വിജയിച്ച് കാണിക്കാൻ സാധിച്ചതിന്. ദേവൻ അത് പറഞ്ഞപ്പോൾ അശ്വതി പതിയെ അവന്റെ തോളിലേക്ക് ചാഞ്ഞു. ഒരിക്കലല്ല, ഇനി എപ്പോഴും.
അവൾ അത് പറഞ്ഞപ്പോൾ ദേവൻ ഒന്ന് തലതിരിച്ച് അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ അവന്റെ ബൈക്ക് അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് പാഞ്ഞു.